ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റൂവും അപ്പവും ആണ് കേട്ടോ. അപ്പോൾ അപ്പത്തിന് ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ കൂടിയിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ ഇല്ലാതൊരു ദിവസം തുടങ്ങുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റില്ലല്ലേ? നിങ്ങൾക്കും അങ്ങനെയാണോ? അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റൂവൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യം കാറ്റസൻ ക്ലാസ്സിൽ പോകണമായിരുന്നു കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ സ്റ്റൂവിനെ ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും രണ്ടാമത്തെ കുർബാനയ്ക്കാണ് കേട്ടോ പോകുന്നത്. രണ്ടാമത്തെ കുർബാന 9:30-ക്കാണ്. വൈകുന്നേരം 5 മണിയുടെയും കുർബാനയുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു മടിയാകുമേ. അതുകൊണ്ട് രാവിലെ തന്നെ പോയി കുർബാനയൊക്കെ കൂടും. അപ്പോൾ അതേ ആൾട്ടറുംകുട്ടന് രാവിലെ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ അപ്പം ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കിയെടുത്ത് ചൂടോടുകൂടി കഴിക്കാറാണ് കേട്ടോ ഉള്ളത്. അതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതേ അപ്പമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആൾട്ടറുംകുട്ടനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൾട്ടറുംകുട്ടനെ കാറ്റസൻ ക്ലാസ്സിൽ കൊണ്ടേ ആക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു. രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകാനുള്ള റെഡി ആവുകയാണ് കേട്ടോ. അതിനിടയിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളെ നോക്കി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം പോയി. അപ്പോൾ വേഗം അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കിളിയാണ് കേട്ടോ. നമ്മുടെ ബാൽക്കണിയിൽ ഒരു ചെടിയിൽ ഒരു കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി അത് പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാമേ. അപ്പോൾ വേഗം അപ്പമൊക്കെ ഉണ്ടാക്കി പള്ളിയിലേക്ക് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതേ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ചൂടോടുകൂടി കഴിച്ചു കേട്ടോ. ഞാനിപ്പോൾ പള്ളിയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ബൈ ബൈ.